Hi friends, ഒരിക്കൽ കൂടി എല്ലാവർക്കും ദ സീ ഓഫ് നോളജിലേക്ക് സ്വാഗതം. ഞാൻ റെനും വെട്ടുപ്പുറം. നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു ബാറ്ററി ചാർജ് ആകുന്ന ആനിമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ആഫ്റ്റർ എഫക്റ്റിലാണ് ചെയ്യുന്നത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതിനോട് തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യും. അങ്ങനെ എനേബിൾ ചെയ്യുമ്പോൾ അത് ഓൾ ഇടുകയും ചെയ്യും. അങ്ങനെ ഓൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആ നേരത്തെ ലഭിക്കുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ന്യൂ കോമ്പോസിഷൻ ഓപ്പൺ ആക്കാം. നെയിം ജസ്റ്റ് ബാറ്ററി എന്ന് കൊടുക്കാം. ഓക്കെ, ഡയറക്ഷൻ ജസ്റ്റ് 1 മിനിറ്റ് കൊടുക്കാം. ഓക്കെ ചെയ്യും. ഇതിലേക്ക് ഇനി ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാം. സോളിഡ് ലെയർ ജസ്റ്റ് ബി എന്ന് കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കൊടുത്തു. ഓക്കെ ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഇവിടെ റൈറ്റ് ആംഗിൾ യൂസ് ചെയ്ത് ഒരു മാസ്ക് ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനെ നമ്മൾ ജസ്റ്റ് അലൈൻ ചെയ്യാം. അലൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ റൈറ്റ് ആംഗിൾ വന്നിട്ട് ഇവിടെ റൈറ്റ് ആംഗിൾ പാത്ത് എന്നുള്ളത് ഇവിടെ നമ്മൾ ഈ ടൗൺസ് എന്നുള്ളത് ജസ്റ്റ് 30 ആക്കി വിടുക. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് ലെയറിന് ജസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യാം. നെയിം ജസ്റ്റ് ഔട്ട് ലെയർ എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എൻ്റെ ജസ്റ്റ് എൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാം. Ctrl+D പ്രസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ ജസ്റ്റ് ഇൻ ലെയർ എന്ന് കൊടുക്കാം. ഇൻ ലെയറിന് കൊടുത്തു. ഓക്കെ, ഇതിനെ നമ്മൾ ജസ്റ്റ് ഫിൽ ഓപ്പൺ ആക്കുക. സ്റ്റോക്ക് നമ്മൾ നന്നാക്കി ഇടുക. ഓക്കെ, അതിനുശേഷം ഈ ഔട്ട് ലെയർ വന്നിട്ട് സ്റ്റോക്കിൻ്റെ സൈസ് നമ്മൾ ജസ്റ്റ് 13 ആക്കി. ഓക്കെ, അതിനുശേഷം ഇൻ ലെയർ എന്നുള്ളത് ഹൈഡ് ചെയ്യുക. ഇതിലേക്കൊരു പുതിയൊരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാം. മാസ്ക് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു നെയിം ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ചാർജിങ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്കൊരു എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി പ്രീസെറ്റ് വന്നിട്ട് വേവ് റാപ്പ് എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. ഇത് നമ്മളിതിലേക്ക് ആഡ് ചെയ്തു. ഇവിടെ നമ്മൾ വേവ് വിത്ത് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, ശേഷം നമുക്കിതിനെ ജസ്റ്റ് താഴോട്ട് ഇതിൻ്റെ ഹൈറ്റും ജസ്റ്റ് നമുക്ക് ഒരു 15 ആക്കി വിടാം. ഓക്കെ, വിത്ത് നമ്മളൊരു 110 ആക്കി വിടാം. ഓക്കെ, ഇനി നമുക്കിതിലേക്കൊരു വേറെ എഫക്റ്റ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഗ്രേഡിയൻറ്റ് റാമ്പ് എന്നുള്ളതാണ്. ഈ എഫക്റ്റാണ്. ഇത് നമ്മൾ ചാർജിങ് എന്നുള്ള ലെയറിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ റെഡ് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഫുൾ നമ്മൾ ആദ്യം ഫസ്റ്റ് റെഡ് കൊടുത്തു. ഓക്കെ, ജസ്റ്റ് താഴേക്ക്. ഓക്കെ,
അതിനുശേഷം നമ്മൾ ഈ ചാർജിങ് എന്നുള്ളത് ഇൻലെയറിൻ്റെ അടിയിലായിട്ട് കൊണ്ടുവരാം. ഓക്കെ, എന്നിട്ട് ഇതിൽ ഇവിടെ നണ്ണെന്നുള്ളിടത്ത് വന്നിട്ട് ഇവിടെ ആൽഫ മാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ ഈ ശാലം നമ്മൾ ഇച്ചിരി താഴെ ഇട്ടു ആക്കി വിടാം. ഓക്കെ, അതിനുശേഷം പൊസിഷൻ എടുക്കുക, ഇവിടെ ടൈമർ ഓൺ ചെയ്യുക, എന്നിട്ട് നമ്മൾ ഈ അവസാനം എൻഡി കൊണ്ടുവരിക. എൻഡി കൊണ്ടുവന്നിട്ട് ഈ മാസ്കിനെ നമ്മൾ നേരെ മുകളിലോട്ട് ഓക്കെ. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ സ്റ്റാർട്ട് കളർ എന്നുള്ളിടത്ത് ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് കളർ എന്നുള്ളിടത്തും എൻഡ് കളർ എന്നുള്ളിടത്തും ടൈം കൗണ്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ ടൈം ലൈൻ എൻഡിൽ കൊണ്ടുവരിക. എന്നിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഗ്രീൻ ആക്കി വിടുക, എൻഡിൽ ജസ്റ്റ് ബ്ലൂ ആക്കി വിടുക. അതിനുശേഷം നമ്മൾ ഈ ടൈമറിനെ ഏകദേശം 25 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ എൻ്റെ ടൈമറിനെ നമ്മൾ ജസ്റ്റ് ബ്ലൂ ആക്കി വിടുക. ഓക്കെ ഓക്കെ ഇനി നമുക്കിതിലേക്ക് ഒരു ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യാം. സോളിഡ് ലെയർ. ഇവിടെ നമ്മൾ ജസ്റ്റ് പെർസെൻറ്റേജ് എന്ന് നെയിം കൊടുക്കാം. ഓക്കെ ഓക്കെ കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു എഫക്റ്റ് ആവശ്യമുണ്ട്. വന്നിട്ട് നമ്പർ എന്ന് പറയുക ടൈപ്പ്. നമ്പർ എന്നിട്ട് ഈ എഫക്റ്റാണ് ഇത്. ഇതിലേക്ക് നമ്മൾ ഇതും ഇവിടെ നമ്മൾ ഫൗണ്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇത് സെലക്ട് ചെയ്തു, അലൈൻ ജസ്റ്റ് സെൻറ്ററാക്കി, ഡയറക്ഷൻ ഹൊറിസോണ്ടലും ആക്കി ഓക്കെ ചെയ്തു. ഇവിടെ നമ്മൾ ഈ ഡിസിമൽ പ്ലേസസ് എന്നുള്ളത് വന്നത് നമ്മളത് 0 ആക്കി വിടുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈസ് 40 ആക്കും. അതിനുശേഷം ഇതിൻ്റെ നമ്മൾ വൈറ്റ് ആക്കി വിടുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ വാല്യൂ ഓഫ് സെറ്റ് റാൻഡം മാക്സ് എന്നുള്ളിടത്ത് വന്ന് ഇവിടെ ടൈമർ ഓൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ ടൈം ലൈൻ ഡേറ്റ് അവസാനം കൊണ്ടുവന്നതിന് ശേഷം ഇത് 100 ആക്കി വിടുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടെസ്റ്റ് ലെയർ ആഡ് ചെയ്യാം. ഓക്കെ, പെർസെൻറ്റേജിൻ്റെ ഒരു സിമ്പിളാണ്. ഓക്കെ, ഒരു സൈസ് നമുക്ക് കുറയ്ക്കാം. ജസ്റ്റ് സൈസ് നമുക്ക് അതിൻ്റെ 25 ആക്കി ഇടാം. ഓക്കെ, ഒന്നുകൂടെ കറക്റ്റാക്കിയിട്ട്. ഓക്കെ, ഇനി നമ്മളിതിനെ ജസ്റ്റ് ടെസ്റ്റ് സെലക്ട് ചെയ്ത് പി പ്രസ് ചെയ്യുക. ഇവിടെ ടൈമർ ഓൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ 9 കൊണ്ടുവന്നിട്ട് ഒരു കീ ഫ്രെയിം അവിടെ കൊടുക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ 10 മാറി കഴിയുമ്പോൾ ഈ പെർസെൻറ്റേജിൻ്റെ ലോഗോ നമ്മൾ ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തു. ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മുടെ 10 വരുന്നതിനനുസരിച്ച് നമ്മുടെ ആ പെർസെൻറ്റേജിൻ്റെ ആരോഗ്യം മാറുന്നുണ്ട്. അങ്ങനെ നമ്മൾ 100 വരെ നമ്മളങ്ങനെ ചെക്ക് ചെയ്യാം. ഇവിടെ 100 ആയി കഴിയുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഇത് മാറ്റണം. ഇവിടെ നമ്മൾ 99 എഡി കൊണ്ടുവന്നിട്ട് ഒരു കീ ഫ്രെയിം കൊടുത്തു. എന്നിട്ട് അത് 100 ആയി കഴിയുമ്പം നമ്മൾ ഈ നമ്മുടെ ആ പെർസെൻറ്റേജിൻ്റെ ആ ലോഗ് ആരോ നമ്മൾ അങ്ങോട്ട് മാറ്റി.
ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫങ്ഷൻ ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് പുതിയൊരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്യാം. സോളിഡ് ലെയർ ഫോം എന്ന് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് എഫക്റ്റ് പ്രീസെറ്റ് ചെയ്യാനായിട്ട് ഫോം ഈ എഫക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ വ്യൂ വന്നിട്ട് റെൻഡഡ് ആക്കി വിടുക. ഓക്കെ, പാർട്ടിക്കിളി വന്നിട്ട് നമ്മൾ ഷെസ്റ്റിൻ്റെ സൈസ് മാറ്റം വരുത്തുക. എന്നിട്ട് ഫിസിക്സ് വരിക. ഫിസിക്സ് വന്നിട്ട് വിൻഡ് സ്പീഡ് നമ്മളൊരു 0.4 ആക്കി വിടുക. ടർബുലൻസ് നമ്മൾ ജസ്റ്റ് 0.3 ആക്കി വിടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബബിൾസ് വന്നിട്ട് അതിൻ്റെ സൈസ് നമ്മൾ മാക്സിമം കുറയ്ക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ വിൻഡ് ഡയറക്ഷൻ നമ്മൾ 0 ആക്കി വിടുക. അതിനുശേഷം ഇൻ ലെയറിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അത് നേരെ ഈ ഫോമിന് മുകളിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഫോം ഫോമാറ്റ് ആക്കി വിടുക. ഇപ്പോൾ നമുക്ക് ആ ഫോം ഇൻസൈഡിലോട്ട് മാത്രമായിട്ട് നമുക്ക് ഇടാം. അതായത് ഫോമിൻ്റെ സൈസ് നമുക്ക് ഇച്ചിരി പ്രൊഡ്യൂസർ പോയിൻ്റ് നമ്മൾ ജസ്റ്റ് ഏറ്റവും അടിയിലോട്ട് താഴോട്ട് കൊടുത്തു, താഴോട്ടാക്കി കൊടുത്തു. ഇപ്പം നമുക്ക് അത് ആ ഫോമുകൾ കറക്റ്റ് മുകളിലോട്ട് നമുക്ക് ഒരു ഫീൽ ആകുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ ഫോമിലേക്ക് വേറെ എഫക്റ്റ് ഇടാം. ഫില്ല് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്തു. പിന്നെ ഇതിൻ്റെ കളർ നമുക്ക് വൈറ്റ് ആക്കി ഇടാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്കൊരു റൈറ്റ് ആംഗിൾ യൂസ് ചെയ്ത് ഒരു ചെറിയൊരു മാസ്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ റൈറ്റ് ആംഗിൾ വന്നിട്ട് സ്റ്റോക്ക് വന്ന് ലൈൻ ജോയിൻ എന്നുള്ളത് റൗണ്ട് ജോയിൻ ആക്കുക. അതിനുശേഷം ഈ ഒരു ലെയറിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ലെയർ നമ്മൾ ജസ്റ്റ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുക. സ്റ്റോക്ക് അതിൻ്റെ നമ്മളൊരു 8 ആക്കി പോകാം. ഓക്കെ, ഫസ്റ്റിൻ്റെ നമ്മൾ ജസ്റ്റ് ലെങ്ത് കുറച്ച് അതിൻ്റെ നമ്മൾ സൈസ് ഒരു 12 ആക്കി വിടുക. അതിനുശേഷം നമ്മൾ ഈ രണ്ടിൻ്റെ ഓപ്പോസിറ്റ് എടുത്ത് 20 ആക്കി വിടുക. അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്ത് 20 ആക്കി വിടുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് റൈറ്റ് ആംഗിൾ സെലക്ട് ചെയ്ത് മുകളിലോട്ട് ജസ്റ്റ് ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനെ ഫില്ല് ചെയ്യുക, ഫില്ല് ചെയ്തേക്കുക. അതിനുശേഷം റൈറ്റ് ആംഗിൾ വന്നിട്ട് ഡയഗണൽ പാർട്ടി വന്ന് റൗണ്ട് അപ്പിന് ജസ്റ്റ് റൗണ്ട് ആക്കി വിടുക. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ചെയ്ത ആനിമേഷനാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.